കണ്ണൂർ ഉളിക്കലിൽ 2.71 ഗ്രാം MDMA പിടികൂടി 3 പേരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പിടിയിലായവരിൽ 2 കർണാടക സ്വദേശികളാണ്. ഉളിക്കൽ നുച്ചാട് സ്വദേശി മുബഷീർ, ഷിമോഗ സ്വദേശിനി കോമള, സിദ്ധാപുരം സ്വദേശി അബ്ദുൾ ഹക്കീം എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലുള്ളത്. മുറിയെടുത്ത് ലഹരി ഉപയോഗവും വിൽപ്പനയും നടത്തിയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, ഒരു അന്തർ സംസ്ഥാന തലത്തിലുള്ള ലഹരി കടത്ത് സംഘത്തെയാണോ പിടികൂടിയിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? പറയുന്ന സ്ഥലം അത് താരതമ്യേന ഒരു ഗ്രാമപ്രദേശം എന്ന് നമുക്ക് പറയാവുന്ന മേഖലയാണ്. മറ്റൊന്ന്, കർണാടക സ്വദേശികളായ 2 പേരാണ് ഈ പ്രദേശത്തെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് നേരത്തെ നഗരങ്ങളിലൊക്കെ ആയിരുന്നു ഈ വിൽപ്പന സജീവമായിരുന്നതെങ്കിൽ ഗ്രാമങ്ങളിലേക്കടക്കം ഈ MDMA വിൽപ്പന എത്തുന്നു. അതിന് ഇത്തരത്തിൽ പുറമേ നിന്ന് പോലും ആളുകൾ വന്ന് മുറിയെടുത്ത് താമസിച്ച് ഇത്തരത്തിൽ MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുന്നത് ഒരു നിത്യ സംഭവമായി മാറുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഈ ഉളിക്കൽ നുച്ചാട് നിന്ന് ഈ 3 പേർ അറസ്റ്റിലായ സംഭവം. 2.71 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇത് ഇവർ സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയും ഒപ്പം തന്നെ വിൽപ്പനയ്ക്കും കൂടി വേണ്ടി കൊണ്ടുവന്നതാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ ലഹരി പിടികൂടുന്നതിനുള്ള ഡാൻസ് ഓഫിന്റെ പ്രത്യേക ടീമും പോലീസും സംയുക്തമായാണ് ഈ വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് ഇവരെ പിടികൂടിയത്. ഇത്തരത്തിൽ ഗ്രാമങ്ങളിലേക്കടക്കം എത്തി വളരെ അടുത്ത് ഇത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ സൂചന കൂടി ഇത് നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഡാൻസ് ഓഫ് ടീമിന് ഉൾപ്പെടെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വ്യാപകമായ നിരീക്ഷണവും പരിശോധനയുമാണ് എല്ലാ ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തുന്നത്. അതായത് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായി ഈ വിൽപ്പന മുതിർന്നില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലേക്ക് ഉൾപ്പെടെ കൂടുതൽ വിശദമായ പരിശോധന നടത്താൻ തന്നെയാണ് ഇപ്പോൾ എക്സൈസിന്റെയും പോലീസിന്റെയും ഈ പ്രത്യേക സംഘമായ ഡാൻസ് ഓഫിന്റെയും ഒക്കെ തീരുമാനം. ശരി, കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.